ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുറന്ന മേൽക്കൂരയുള്ള ബസ്സിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമായ പാരീസിലൂടെയുള്ള ബസ് യാത്രയുടെ ആദ്യ ഭാഗമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഈഫൽ ഗോപുരം കണ്ട് അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി വഴിയുടെ വലത്തേക്ക് ഒരു 100 മീറ്റർ നടക്കുമ്പോഴാണ് നമുക്ക് ഈ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ സ്റ്റോപ്പ് ഉള്ളത്. പോകുന്ന സൈഡുകളിൽ നമുക്ക് ഈ ടാക്സികളൊക്കെ ആയിട്ടുള്ള ഈ ഓട്ടോറിക്ഷ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ടൂറിസ്റ്റിന് ഇരുന്ന് പോകുമ്പോൾ എല്ലാം സൈഡ് ഓപ്പണൊക്കെ ആയിട്ടുള്ള വണ്ടികൾ കിടപ്പുണ്ട്. അതിൻ്റെ ഡ്രൈവേഴ്സൊക്കെ സൈഡിലിരുന്ന് ആൾക്കാരെ ക്യാൻവസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ മുന്നിൽ കാണുന്ന 2 നിലയുള്ള മുകളിലത്തെ നിലയുടെ ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ഫ്രണ്ട് ഭാഗത്ത് മാത്രം അല്പം മുകളിൽ മോഡലുണ്ട്. താഴത്തെ അങ്ങനെയാണ് നിലയിൽ പ്രത്യേകിച്ച് വലിയ ജനാലകളുള്ള തിരിയുന്ന ടൂറിസ്റ്റുകളിൽ സൈഡെല്ലാം നന്നായിട്ട് കാണത്തക്ക രീതിയിലുള്ള ബസ്സാണ്. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരാളിപ്പോൾ അയാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ഈ ബിഗ് ബസ് പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഇടവിട്ട് ഓരോ റൂട്ട് വഴി വണ്ടി പോയിക്കൊണ്ടിരിക്കും. ചില കേസിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതും കാണാം. ഇതിൻ്റെ റേറ്റും നമ്മൾ പറയുന്നത് നമുക്ക് അതിനകത്ത് അഡൾട്ടിനും ചൈൽഡിനും വലിയവർക്കും പിള്ളേർക്കും 2 റേറ്റാണ്. ക്ലാസിക് എന്നും പറഞ്ഞ് 24 മണിക്കൂറിനുള്ള ഒരു റേറ്റ് ഉണ്ട്. അത് നമ്മൾ വലിയവർക്ക് 42 യൂറോയും പിള്ളേർക്ക് 22 യൂറോയുമാണ്. വലിയവരെന്ന് ഉദ്ദേശിക്കുന്നത് 12 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഇവിടെ അഡൾട്ട് എന്നുള്ള കാറ്റഗറി പെടുത്തിയിരിക്കുന്നത്. ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിൽ 4 തൊട്ട് 12 വയസ്സ് വരെയുള്ളവർക്കാണ് പെടുത്തിയിരിക്കുന്നത്. അത് 4 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഒന്നും വേണ്ട. അതുപോലെ തന്നെ പ്രീമിയം എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്, 2 ദിവസം. അപ്പം അത് വലിയവർക്ക് 52 യൂറോയും പിള്ളേർക്ക് 25 യൂറോയുമാണ്. പിന്നെ അത് തന്നെ ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 48 മണിക്കൂറാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ബോട്ടിംഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയവർക്ക് 65 യൂറോയും പിള്ളേർക്ക് 32 യൂറോയുമാണ്. പിന്നെ നൈറ്റ് ടൂർ എന്നും പറഞ്ഞുണ്ട്. നമുക്ക് ഒരു നൈറ്റ് ടൂറിന് വലിയവർക്ക് 30 യൂറോയും പിള്ളേർക്ക് 20 യൂറോയുമാണ്. ഞങ്ങൾ ആ ദിവസത്തിൻ്റെ പകുതി വരെയും ഫുള്ള് പോയോണ്ട് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 26 യൂറോയ്ക്ക് ആ ഒരു വൈകുന്നേരം കറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ബസ്സിലും കറങ്ങാനും അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ അതിനകത്തോട്ട് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടി. ഞങ്ങൾക്ക് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഉള്ളൂ. വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ടൂറാണ്. നമ്മുടെ ഈ ടിക്കറ്റ് കൊണ്ട് നൈറ്റ് ടൂറിന് എലിജിബിലിറ്റി ഇല്ല. അപ്പം നൈറ്റ് ടൂറിന് മിക്കവാറും നമുക്ക് ഫുഡും ഒക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈറ്റ് ടൂറിൻ്റെ എലിജിബിലിറ്റി ഇല്ല. അപ്പം വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2.25 മണിക്കൂറാണ് നമുക്ക് ഈ ഹോപ്പ് ഓഫ് ബസ് യാത്ര. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ മിച്ചമാണ് നമുക്ക് ബോട്ട് യാത്രയുള്ളത്. ഒരു പ്രത്യേക റൂട്ടിൽ ഹോപ്പ് ഓഫ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക റൂട്ടിൽ പ്രമുഖ സൈറ്റ് സീയിങ് സൈറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ ഫിക്സഡ് സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റോപ്പിൽ വേണമെങ്കിലും കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ഇതിൻ്റെ മോൾ ഓപ്പൺ ഡെക്സ് ആണ്. പിന്നെ താഴത്തെ നിലയാണെങ്കിൽ വലിയ ജനാലകളുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം നമുക്ക് സൈഡിൽ നിന്ന് ഇപ്പോൾ ഏത് സീറ്റിലിരിക്കുന്ന ആണെങ്കിലും സൈഡിൽ ഇയർഫോൺ കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ കുത്തി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമുക്ക് കേൾക്കേണ്ട ഏത് ലാംഗ്വേജിലാണോ ആ കമൻറ്ററി അവിടുത്തെ വിവരണം, ആ ചെല്ലുന്ന പ്രദേശത്തെ വിവരണം കേൾക്കേണ്ടത്, അത് നമുക്ക് കുത്തി ഇങ്ങനെ ഇയർഫോണിൽ കേൾക്കുകയും ചെയ്യാം. പിന്നെ ഇതെല്ലാം ഈ പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും. ഹോപ്പ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും. നമ്മളവിടെ കണ്ട ബിഗ് ബസ് എന്നുള്ള കമ്പനിയുടെ ഇതിലാണ് നമ്മൾ കയറിയത്. അതുപോലെ തന്നെ ടൂട്ട് എന്ന് പറഞ്ഞുള്ള വേറൊരെണ്ണം അവിടെ കണ്ടു. പാരീസ് നഗരത്തിലൂടെ ഏതാണ്ട് 13 കിലോമീറ്റർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് സെയിൻ നദി. പാരീസ് നഗരത്തെ ഈ നദി 2ആയിട്ട് വിഭജിക്കുന്നു. നദിയുടെ ഇടങ്കര വലങ്കര എന്നാണ് അറിയപ്പെടുന്നത്. സെയിൻ നദിക്ക് വീതി കുറവാണ്. ചില സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് 30 മീറ്ററും ഏറ്റവും കൂടിയത് 200 മീറ്ററുമാണ്. നദിക്ക് കുറുകെ ഏതാണ്ട് 37 പാലങ്ങളുണ്ട്. ചിലത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
കുറുകയും വിലങ്ങനെയുമുള്ള 14 അതിവേഗ റെയിൽ ലൈൻസ് ഈ പാരീസ് നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്നു. നദിയുടെ ഇരുകരകളിലും വ്യത്യസ്തമായ രീതിയിലാണ് വളർന്നു വികസിച്ചത്. ഇടങ്കര വിദ്യാഭ്യാസ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി. പാരീസ് സർവകലാശാല 1200കളിലും ഡോർബൺ 1257ലും മറ്റനേകം അധ്യയന സ്ഥാപനങ്ങൾ രൂപം കൊണ്ട് ഇടങ്കരയിൽ. ഇവിടെ അധ്യയന മാധ്യമം ലാറ്റിൻ ആയിരുന്നുകൊണ്ട് ഇതിന് ലാറ്റിൻ ക്വാർട്ടർ എന്നാണ് അറിയപ്പെട്ടത്. വലങ്കര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ വലങ്കരയിൽ വികാസം പ്രാപിച്ചു. നമ്മളവിടെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി നമ്മൾ മുകളിലത്തെ നിലയിൽ പുറഭാഗത്തായിട്ടാണ് നമ്മൾ ഇരുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾറെഡി അവിടെ ആൾക്കാർ എൻഗേജ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടിയില്ല. സോ നമ്മൾ ഏറ്റവും പുറകിലോട്ട് പോന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ വഴിയുടെ 2 സൈഡിലുള്ള സൈഡുമാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യമേ കാണാൻ പോകുന്ന ഇൻവാലിഡ്സ് ഹോട്ടൽ ഡസ് ഇൻവാലിഡ്സ് എന്നുള്ള ഒരു സ്ഥലമാണ്. ലെഫ്റ്റ് സൈഡിൽ പൊങ്ങിക്കാണുന്ന താഴികക്കുടം പോലെയുള്ള സ്ഥലമാണ്. ഒരു പള്ളിയും നെപ്പോളിയൻ ഉൾപ്പെടെ നിരവധി പ്രശസ്ത ഉദ്യോഗസ്ഥരുടെ ശവകുടീരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സൈനിക മ്യൂസിയങ്ങളുടെ പരമ്പരയാണിത്. ദി ഡോം ഡസ് ഇൻവാലിഡ്സ്. അത് ആ ഡോമിന് ഏതാണ്ട് 107 മീറ്റർ ഉയരവും 12.65 കിലോഗ്രാം സ്വർണ്ണ ഇലകൾ കൊണ്ട് അലങ്കരിച്ചതുമാണ്. ഈ ഡോം ഡസ് ഇൻവാലിഡ്സ് പാരീസിലെ ഒരു പ്രധാന അടയാളമാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ച. ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ നിരന്നിട്ടുണ്ട്. ഇതിനകത്ത് കാഴ്ച കാണാനുണ്ട്. ഈ സൈനികർ ഉപയോഗിച്ചിരുന്ന പല കാലഘട്ടങ്ങളിലെ അവരുടെ വസ്ത്രങ്ങളും അതിനുള്ള ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുമായിട്ടുള്ള മ്യൂസിയങ്ങളുടെയൊക്കെ ഒരു പരമ്പര തന്നെയാണ് അതിൻ്റെ പുറകിൽ, ഈ ഡോമിന് പുറകിലുള്ള ആ ബിൽഡിങ്ങുകളിലെല്ലാം ആയിട്ടുള്ളത്. നമ്മൾ പാരീസിൻ്റെ വഴികൾ മരങ്ങളാൽ വളരെ സമൃദ്ധമാണ്. ഓൾമോസ്റ്റ് 8 ടൈപ്പ് പിന്നെ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്ലെയിൻ ട്രീ, ഹോസ് ചെസ്നട്ട്, സിൽവർ ലിൻഡൻ അല്ലെങ്കിൽ ലൈം ട്രീ, സൊഫോറ, നോർവേ മേപ്പിൾ, ബ്ലാക്ക്ബെറി, ടർക്കിഷ് ഹേസൽ, പിയർ തുടങ്ങിയവയാണ് പാരീസിൽ കണ്ടുവരുന്ന ഈ മരങ്ങളിൽ കൂടുതലും. നമ്മൾ കറങ്ങി അതിൻ്റെ പുറകുവശത്തോട്ട് നമ്മൾ കണ്ട അതിൻ്റെ അതിൻ്റെ ഇൻവാലിഡ്സിൻ്റെ ഡോം ഡസ് ഇൻവാലിഡ്സിൻ്റെ പുറകുവശത്തേക്കാണ് ഇപ്പോൾ വരുന്നത്. ഇതാണ് അതിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ച. അതിൻ്റെ പുറകിലും മനോഹരമായ ഗാർഡനും എല്ലാം ഉണ്ട്. നമ്മളവിടുന്ന് തിരിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ കാണുന്ന മരങ്ങളും പുല്ലുകളൊക്കെ കാണുന്ന ഈ വഴിയുടെ 2 സൈഡിലുള്ള സ്ഥലമാണ് എസ്പ്ലനേഡ് ഡസ് ഇൻവാലിഡ്സ്. പാരീസിലൊരു പൊതു ഇടമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയ ഹരിത ഇടമാണിത്. പിക്നിക്കിനും സൺബാത്തിങ്ങിനും ആയി പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ വലിയ പുൽത്തകടിയിൽ ഇരുന്നാൽ പ്രമുഖ കെട്ടിടങ്ങളുടെയും സീൻ നദിയുടെയും കാഴ്ചകൾ കാണാം.
ഇതിൻ്റെ പേര് എസ്പ്ലനേഡ് ഡെസ് ഇൻവാലിഡേറ്റ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഏതാണ്ട് അവസാന ഭാഗമാകുമ്പോൾ വലതുവശത്തായിട്ടാണ് ഇൻവാലിഡേറ്റ്സ് എന്നൊരു ട്രാൻസിഷൻ സ്റ്റേഷനുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ പിന്നെ ലോക്കൽ ട്രെയിനിൻ്റെ അതിൻ്റെ ഒരു സ്റ്റേഷനാണ്. 2 ലൈനുകൾ മെട്രോ 8ഉം 13ഉം ഇവിടെ സംഗമിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന 4 തൂണുകളൊക്കെയുള്ള ആ പാലമാണ് ഫോണ്ട് അലക്സാണ്ടർ 3 എന്ന് പറയുന്നത്. പാരീസിലെ സെയിൻ നദിക്ക് കുറുകെയുള്ള ഒരു ഡെക്ക് ആർച്ച് പാലമാണിത്. ഇത് ചാംസ് എലിസീസിൻ്റെ ക്വാർട്ടറിനെ ഇൻവാലിഡ്സും ഈഫൽ ടവർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. നഗരത്തിലെ ഏറ്റവും അലങ്കരിച്ച അതിഗംഭീരമായ ആയാണ് ഈ പാലം പരക്കെ കണക്കാക്കപ്പെടുന്നത്. 1975 മുതൽ ഇതൊരു ഫ്രഞ്ച് ചരിത്ര സ്മാരകമാണ്. ആർട്ട് വിളക്കുകൾ, കെരൂബുകൾ, നിംഫുകൾ, ചിറകുള്ള കുതിരകൾ എന്നിവയുള്ള ബ്യൂക്സ് ആർട്ട് ശൈലിയിലുള്ളതാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1896നും 1900നും ഇടയിലാണ് ഇത് നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്നത് ഗ്രാൻഡ് പാലസ് അല്ലെങ്കിൽ ഗ്രേറ്റ് പാലസ് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് പാലസ് ഡെ ചാംസ് എലിസീസ്. ഇംഗ്ലീഷിൽ ഇത് ഗ്രേറ്റ് പാലസ് ഓഫ് എലീഷ്യൻ ഫീൽഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചാംസ് എലിസീസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ സ്ഥലവും എക്സിബിഷൻ ഹാളും മ്യൂസിയത്തിൻ്റെ സമുച്ചയമാണ്. ഈ കാണുന്നത് പെറ്റിറ്റ് പാലസ് എന്ന് പറയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇതൊരു ആർട്ട് മ്യൂസിയമാണ്. 1900കളിൽ യൂണിവേഴ്സൽ എക്സിബിഷന് വേണ്ടി നിർമ്മിച്ചതാണ്. ഇപ്പോൾ സിറ്റി ഓഫ് പാരീസ് മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ്. ഗ്രാൻഡ് പാലസിന് കുറുകെയാണ് പെറ്റിറ്റ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിന് മുൻഭാഗങ്ങൾ സീൻ നദിക്കും അവന്യൂ ഡെസ് ചാംസ് എലിസീസ് എന്നേക്കും അഭിമുഖമായിട്ടുണ്ട്. ഈ വഴിക്കുണ്ട്, മറ്റേ സൈഡിൽ സീൻ നദിക്കുണ്ട്. ഇടതുവശത്തായിട്ട് മറ്റേ നമ്മൾ പറഞ്ഞ ചാംസ് എലിസീസ് എന്നുള്ള ആ റോഡിന് സൈഡിലുണ്ട്. ഈ നമ്മൾ ആദ്യമേ കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഔദ്യോഗിക കലാപരിപാടികൾക്ക് ഒരു വലിയ വേദിയെ കെട്ടിടം രൂപകൽപ്പന ചെയ്തതാണ്. ഫ്രഞ്ച് കലയുടെ മഹത്വത്തിനായി റിപ്പബ്ലിക്ക് സമർപ്പിച്ച ഒരു സ്മാരകമാണ്. നമ്മൾ ഈ മൂലം കാണുന്നത് ചാൾസ് ആന്ദ്രേ ജോസഫ് മേരി ഡി ഗെല്ലെ എന്ന ഫ്രഞ്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. 2ാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ സ്വതന്ത്ര ഫ്രഞ്ച് സേനയെ നയിച്ചയാളാണ്. ഫ്രാൻസിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനായി 1944 മുതൽ 1946 വരെ ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ താൽക്കാലിക ഗവൺമെൻറ് അധ്യക്ഷനായിരുന്നു. 1958 അദ്ദേഹം ഫ്രാൻസിൻ്റെ ഭരണഘടന തിരുത്തി എഴുതുകയും റഫറൻഡം അംഗീകരിച്ച ശേഷം 5ാം റിപ്പബ്ലിക്ക് സ്ഥാപിക്കുകയും ചെയ്തു. ആ വർഷം അവസാനം അദ്ദേഹം ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനാണ് ഇടതുവശത്ത് കാണുന്ന ആ കറുത്ത, നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്വയറായിട്ടാണ് അത് അറിയപ്പെടുന്നത്. നമ്മളെ മുമ്പായി കണ്ട ആ സ്മോൾ പാലസിൻ്റെ ഇതാണ് കാണുന്നത്, അതിൻ്റെ ആ കോമ്പൗണ്ടാണ് കാണുന്നത്. ഈ കാണുന്ന നമ്മൾ ഡെപ്സ് ചാംസ് എലിസീസ് എന്നുള്ള നമ്മൾ നേരത്തെ കവർ ചെയ്ത ആ ഒരു 1.9 കിലോമീറ്റർ ദൂരമുള്ള ആ ഒരു വഴിയുടെ ഇരു സൈഡുമാണ്. നമുക്ക് ജാർഡിൻ ഡെസ് ചാംസ് എലിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. 1967 ആന്ധ്രയിലെ നോട്ടർ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഐക്കണിക് ഫോർമൽ ഗാർഡനുകൾ, തിയേറ്ററുകൾ, കൊട്ടാരങ്ങൾ, പ്രതിമകൾ, മറ്റു കെട്ടിടങ്ങളൊക്കെ ഉൾപ്പെടുന്നു 2 സൈഡിലായിട്ട്. ഇത് പാരീസിലെ ഒരു പൊതു പാർക്കാണ്. ഇത് ഏതാണ്ട് 13.7 ഹെക്ടർ വിസ്തൃതിയുള്ളതാണ്. അവന്യൂ ഡെസ് ചാംസ് എലിസീസിൻ്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നു. തെക്ക് അതിൻ്റെ അതിരുകൾക്കുള്ളിൽ ഗ്രാൻഡ് പാലസും പെറ്റിറ്റ് പാലസും ഒരു തിയേറ്ററും മറ്റ് കെട്ടിടങ്ങളും ഉൾപ്പെടുന്നു. 1967 ആന്ധ്രയിലെ നോട്ടെ സ്ഥാപിച്ച നഗരത്തിലെ ആദ്യത്തെ പാർക്കുകളിലൊന്നാണിത്. അതിൻ്റെ 2 സൈഡിലും നിറയെ മരങ്ങളും ഓരോ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് ഇത് നിലകൊള്ളുന്നു. നമ്മൾ ഇനി കാണുന്ന സ്ഥലമാണ് പ്ലേസ് ഡി ലാ കോൺകോർഡ്
കോൺകോർഡ് സ്ക്വയർ എന്ന് പറയും. ഫ്രാൻസിൻ്റെ പാരീസിലെ പ്രധാന പൊതു സ്ക്വയറുകളൊന്നാണ്. 19 ഏക്കർ വിസ്തൃതിയുള്ള ഇത് ഫ്രഞ്ച് തലസ്ഥാനത്തെ ഏറ്റവും വലിയ ചതുരമാണ്. ചാപ്സ് എലിസിൻ്റെ കിഴക്കേറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് ലൂയി 16 രാജാവ്, മേരി ആൻറ്റോനെറ്റ്, മാക്സിമിലിയൻ, റോബ്സ്പിയർ എന്നിവരുടെ വധശിക്ഷകൾ ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ പൊതു വധശിക്ഷകളുടെ സ്ഥലമായിരുന്നു ഇത്. ഈ സമയത്ത് ഈ സ്ക്വയർ പ്ലേസ് ഡി ലാ റവല്യൂഷൻ, വിപ്ലവ സ്ക്വയർ എന്ന് അറിയപ്പെട്ടിരുന്നു. വിപ്ലവത്തിൻ്റെ പിന്നീടുള്ള വർഷങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെ സൂചകമായി 1795 ഇതിനെ പ്ലേസ് ഡി ലാ കോൺകോർഡ് സ്ക്വയർ എന്ന പേര് ലഭിച്ചു. നമ്മളപ്പുറേ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്തൂടെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാം പ്രത്യേകതകൾ, ഒത്തിരി പ്രതിമകളും എല്ലാം ഉണ്ട് മിക്കവാറും ഇങ്ങനെയുള്ള പൊതുവിടങ്ങളിലൊക്കെ. കൂടുതലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നവയാണ്. അതിനും മുൻപിലത്തെ പല നൂറ്റാണ്ടുകളിലായിട്ട് നിർമ്മിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് മുഴുവനും. വലതുവശത്ത് കാണുന്ന ബിൽഡിംഗ് ഹോട്ടൽ ഡി ലാ മറീൻ അല്ലെങ്കിൽ ഹോട്ടൽ ഡ്യൂ ഗാർഡെ മേബിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. പാരീസിൻ്റെ കിഴക്ക് ഡി ലാ കോൺകോർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ കെട്ടിടമാണ് ഹോട്ടൽ ഡി ലാ മറീൻ. ും 1757 ഇടയിൽ ആർക്കിടെക്റ്റ് ആൻജേക് ജാക്കസ് ഗബ്രിയൽ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു. ആദ്യം പ്ലേസ് ലൂയിസ് 15 എന്ന് വിളിക്കപ്പെടുന്ന പുതുതായി സൃഷ്ടിച്ച ചത്തുരത്തിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമാനമായ കെട്ടിടത്തിൽ ഒരേ സമയം നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഹോട്ടൽ ഡി ക്രില്ലനും ഫ്രാൻസിലെ ഓട്ടോമൊബൈൽ ക്ലബ്ബും ഉണ്ട്. വലതുവശത്ത് കാണുന്നതാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ട ഹോട്ടൽ ഡു ഗാർഡെ മേബിൾ. വഴിയുടെ ഇടതുവശത്ത് കാണുന്നതാണ് ഹോട്ടൽ ഡി ക്രില്ലൻ. വലതുവശത്താണ് ഹോട്ടൽ ഡി ലാ മറൈൻ. യഥാർത്ഥത്തിൽ രാജകീയ ഗാർഡെ മേബിളിൻ്റെ വസതിയായിരുന്നു. എല്ലാ രാജകീയ സ്വത്തുക്കളുടെയും ഫർണിഷിംഗ് കൈകാര്യം ചെയ്യുന്ന ഓഫീസാണിത്. ഫ്രഞ്ച് വിപ്ലവത്തുണ്ടെന്ന് ഇത് ഫ്രഞ്ച് നാവികസേനയുടെ മന്ത്രാലയമായി മാറി. അത് 2015 വരെ അവർ കൈവശപ്പെടുത്തിയിരുന്നു. 2015-നും 2021-നും ഇടയിൽ ഇത് പൂർണ്ണമായും നവീകരിച്ചു. ഇതിപ്പോൾ പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ. നമ്മളവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്.
നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നേരെ ഒരു ബിൽഡിംഗ് കാണാം. അവിടെ പുനരുദ്ധാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചർച്ച് ഓഫ് സെയിൻറ്റ് മാരി മെഡലിൻ, പാരീസിലെ 8ാമത്തെ വാർഡിലുള്ള പ്ലേസ് ഡി ലാ മെഡലിനിലുള്ള ഒരു കത്തോലിക്ക ഇടവക ദേവാലയമാണത്. താഴികൂടത്തിൻ്റെ മേൽക്കൂരയിലെ ഫ്രെസ്കോകൾക്കും ഫ്രാങ്കോയിസ് റൂഡ്, ചാൾസ് മരോച്ചട്ടി, മറ്റ് പ്രമുഖ 19ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് കലാകാരന്മാർ എന്നിവരുടെ സ്മാരക ശില്പങ്ങൾക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ ശ്രദ്ധേയമാണ്. 2020 ആരംഭിച്ച് 2023 പൂർത്തീകരിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ശുചീകരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും പ്രധാന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ പുറംഭാഗവും ഉൾഭാഗവും ഈ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി പണികളൊക്കെ നടക്കുന്നത് കാണുന്നത്. അതിൻ്റെ തൂണുകളൊന്നും ഇപ്പോൾ വിസിബിൾ അല്ല. എല്ലാം അവിടെ പുനരുദ്ധാരണ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്, ഇതിനുള്ളിലാണ്. ഇതിൻ്റെ എല്ലാം പുറം സൈഡിൽ മൊത്തം എല്ലാം കെട്ടി വെച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിലെ മാത്രം തൂണുകളൊക്കെ വിസിബിളാണ്. പക്ഷേ ആ ഫ്രണ്ടിലുള്ള ഭാഗത്തിൻ്റെ മൊത്തം കുറേ പുറകോട്ട് കയറി എല്ലാം കെട്ടിവെച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുനരുദ്ധാരണം നടക്കുകയാണ്. നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം എല്ലാ ഈ വഴികളിലും 2 സൈഡിലും നല്ല മരങ്ങൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതിൻ്റെ സൈഡുകളിലെല്ലാം നടപ്പാതകളുണ്ട്. അതിൻ്റെ സൈഡിലാണ് ബിൽഡിങ്. അവിടെ എല്ലാം കടകളും എല്ലാം ഉണ്ട്. ഇടവഴികളും ഈ ഭാഗത്തെ കെട്ടിടങ്ങളെല്ലാം പഴയ ശൈലിയിലുള്ള പഴയ കെട്ടിടങ്ങളാണ്. അതെല്ലാം നന്നായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുവന്ന കെട്ടിടങ്ങളാണ് കാണുന്നത്. മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ റോഡിൻ്റെ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. ഇതാണ് പാലസ് ഗാർണിയർ പാലസ്, ഓപ്ര ഗാർണിയർ എന്നും അറിയപ്പെടുന്നു. നെപ്പോളിയൻ 3-ാമൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം 1861 മുതൽ 1875 വരെ പാരീസ് ഓപ്പറയ്ക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. തുടക്കത്തിൽ പുതിയ പാരീസ് ഓപ്പറ എന്നറിയപ്പെട്ടിരുന്ന ഇത് താമസിയാതെ പാലസ് ഗാർണിയർ എന്നറിയപ്പെട്ടു. അതിൻ്റെ അസാധാരണമായ ഐശ്വര്യത്തിൻ്റെ അംഗീകാരം കൂടാതെ ആർക്കിടെക്റ്റ് ചാൾസ് ഗാർണിയറുടെ പദ്ധതികളും രൂപകൽപ്പനകളും നെപ്പോളിയൻ 3 ശൈലിയുടെ പ്രതിനിധിയായി അറിയപ്പെടുന്നു. 1989 വരെ പാരീസ് ഓപ്പറയുടെയും അതുമായി ബന്ധപ്പെട്ട പാരീസ് ഓപ്പറ ബാലയുടെയും പ്രാഥമിക തിയേറ്ററായിരുന്നത്. ഓപ്പറ ബാസ്റ്റിലെ എന്ന പുതിയ ഓപ്പറ ഹൗസ് പ്ലേസ് ഡി ലാ ബാസ്റ്റിലിൽ തുറക്കും വരെ ഇതായിരുന്നു പ്രധാനമായിട്ട് ബാലയ്ക്കായി ഉപയോഗിച്ചിരുന്നത്.
പാലസ് ഗാർണിയറിനെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഓപ്പറ ഹൗസ് എന്ന് വിളിക്കുന്നു. നോട്ടർഡാം കത്തീഡ്രൽ, ലൂവ്രെ അല്ലെങ്കിൽ സേക്രേ കോയർ ബെസിലിക്ക പോലുള്ള പാരീസിൻ്റെ പ്രതീകമാണിത്. ഇത് അവിടെ അതിൻ്റെ മുൻഭാവം തോന്നുന്നു. അവിടെ അതിനൊരു ആർച്ച് പോലെയുള്ള കമാനമുണ്ട്. ആ കാണുന്ന ഒരു ബിൽഡിങ്ങാണ് ഗാലറീസ് ലൊഫായറ്റെ. യൂറോപ്പിലെ ഏറ്റവും വലിയ ഫ്രഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ശൃംഖലയാണ്. അതിൻ്റെ മുൻനിര സ്റ്റോർ പാരീസിലെ 9-ാം വാർഡിലെ ബോളിവാർഡ് ഹൗസ്മാനിലാണ്. എന്നാൽ ഇത് ഇപ്പോൾ ഫ്രാൻസിലും മറ്റു രാജ്യങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ ഓപ്പറ ഹൗസിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇപ്പം കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് സൈഡ് വഴി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ വന്നിട്ട് ഈ ഭാഗത്ത് മാത്രമേ അല്പം മരങ്ങൾ കുറവ് കണ്ടുള്ളൂ. ഇവിടെ ഒരു സ്റ്റോപ്പായിരുന്നു. അവിടെ ആൾ കയറാനും ഇറങ്ങാനുള്ളവർക്ക് നമുക്ക് ഇറങ്ങാം, കയറാനുള്ളവർക്ക് കയറാം. ഇതിങ്ങനെ 15 മിനിറ്റ് ഇടവിട്ട് ഈ സ്ഥലം വഴി വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ഇതിൻ്റെ സ്റ്റോപ്പിലോട്ട് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് കയറി അടുത്ത സ്ഥലത്തേക്ക് പോവുക, പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണുക. അങ്ങനെയാണ് ആൾക്കാർ ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ആഫ്റ്റർനൂൺ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ബോട്ടിലെ യാത്രയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആകപ്പാടെ നമ്മൾ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ അവിടെ മാത്രമേ നമ്മൾ ഇറങ്ങിയുള്ളൂ. ഇതൊരു ഹോട്ടൽ ഡ്യൂ ലവറയാണ്. പാരീസിൽ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ ഏറ്റവും വലിയ പള്ളി കാണണമല്ലോ എന്നോർത്താണ് ഞങ്ങൾ പോയത്. പക്ഷേ അത് മിനിറ്റ്സിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. അകത്ത് പ്രവേശനമില്ല. വെളിയിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോരാനേ പറ്റുള്ളൂ. അത് നമ്മൾ രണ്ടാം ഭാഗത്താണ് ആ പള്ളിയുടെ ഇതൊക്കെ കാണിക്കുന്നത്. നമ്മുടെ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് യാത്രയുടെ ഏതാണ്ട് അവസാന ഭാഗത്തായിട്ടാണ് നോട്ടർഡാം കത്തീഡ്രലൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. ആൾക്കാർ ഈ സൈക്കിളിൽ നിന്ന് പോകുന്ന കാണാൻ രസമുണ്ട്. മോട്ടറൈസ്ഡ് വണ്ടിയാണ്. എല്ലായിടത്തും ഈ സൈക്കിളുകാർക്ക് പോകാനുള്ള സ്പെഷ്യൽ ട്രാക്കുകളും അവരെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഈ സൈക്ലിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പാരീസും. അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വഴികളിൽ അവർക്ക് സെപ്പറേറ്റ് ട്രാക്കുകളുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് നിരപ്പ് സ്ഥലമായതുകൊണ്ട് സൈക്ലിസ്റ്റുകൾക്കൊക്കെ വളരെ നന്നായിട്ട് ഓടിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് പിരമിഡ് സ്ക്വയർ. സ്ഥലം ഡസ് പിരമിഡിനും അതിൻ്റെ ജോൻ ഓഫ് ആർക്ക് പ്രതിമയും ഫ്രാൻസിലെ പാരീസിലെ പൊതു ചത്തുരമാണ് പ്ലേസ് ഡസ് പിരമിഡ്സ്. ട്യുലറിസ് ഗാർഡൻ്റെ കിഴക്കേറ്റത്ത് റൂ ഡസ് പിരമിഡ്സ്, അവന്യൂ ഡു ജനറൽ ലെമോണിയർ എന്നിവയുമായി കവലയിൽ റൂ ഡി റിവോലിയുടെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1798 ഈജിപ്തിൽ നേടിയ നെപ്പോളിയൻ വിജയമായ പിരമിഡ് യുദ്ധത്തിൻ്റെ പേരിലാണ് ഈ ചത്തുരത്തിന് ഈ പേര് ലഭിച്ചത്. ഇത് ട്യുലറിസ് ഗാർഡൻ ആണ്. ഫ്രാൻസിലെ പാരീസിലെ 1-ം വാർഡിൽ ലൂറിനും പ്ലേസ് ഡി ലാ കോൺകോർഡിനും ഇടയിലുള്ള ഒരു പൊതു ഉദ്യാനമാണ് ഈ കാണുന്നത് ഇടതുവശത്ത്. 1564 ട്യൂലറീസ് കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടമായി കാതറിൻ ഡി മെഡീസി സൃഷ്ടിച്ച ഇത് 1667 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഒരു പൊതു പാർക്കായി മാറുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ട് മുതൽ പാരീസുകാർക്ക് ആഘോഷിക്കാനും കണ്ടുമുട്ടാനും നടക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമാണിത്. അവിടെ കാണുന്ന അതാണ് കോളൻ വെൻഡ്രോം. യുദ്ധസ്മാരകമായി നിലകൊള്ളുന്ന വെങ്കല സ്തംഭം അതിൻ്റെ മുകളിൽ നെപ്പോളിയൻ പ്രതിമ. ഇതൊരു വെങ്കല സ്തംഭമാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നെപ്പോളിയൻ്റെ പ്രതിമയാണ് നിൽക്കുന്നത്. കോളൻ വെൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളവിടെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിവിടെ പോകുമ്പോൾ നമുക്ക് ആ ഈഫൽ ഗോപുരം കാണാം. നമ്മൾ ഈ ഏരിയയിൽ കൂടെയാണ് ഒന്ന് നേരത്തെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൊണ്ട് നമുക്ക് കൂടേണ്ടതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നല്ല വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.